എന്നും നമ്മെ വിസ്മയിപ്പിക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. നമ്മുടെ കടലും കവിതയും കാൽപ്പനികതയുമെല്ലാം അമ്പിളിക്കരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ആകാശദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചാന്ദ്രദൗത്യങ്ങൾ മാറുന്നതും. ഇപ്പോൾ ചന്ദ്രനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഗവേഷകർ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ 55 വർഷം മുമ്പ് മനുഷ്യൻ്റെ ചെറിയൊരു കാൽവെപ്പിലൂടെ മനുഷ്യരാശി വൻ കുതിച്ചുചാട്ടം നടത്തിയപ്പോൾ കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ കൈമോശം വന്നുപോയൊരു നിർണായക വിവരം. അതെ, മനുഷ്യവാസം സാധ്യമാകുന്ന ഗുഹ ചന്ദ്രനിലുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ സംഭവവും ഇപ്പോൾ ചർച്ചയാകുന്നത്. 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് മനുഷ്യവാസമുള്ള ഗുഹ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോളോ 11 ലാൻഡ് ചെയ്ത സ്ഥലത്തു നിന്നും 250 മൈൽ അകലെയാണ് ഈ ഗുഹയുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 400 കിലോമീറ്റർ മാത്രം അകലെ. ഗവേഷകർ നാസയുടെ ലൂണാർ റെക്കണൈസൻസ് ഓർബിറ്ററിൻ്റെ സഹായത്തോടെ റഡാർ വിശകലനം ചെയ്തു. ചന്ദ്രൻ്റെ കഠിനമായ ഉപരിതല പരിതസ്ഥിതി പോലെയല്ല ഈ ഗുഹയിലേതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രനിലേക്കുള്ള മനുഷ്യൻ്റെ ദീർഘകാല പര്യവേഷണത്തിന് അനുകൂലമാണ് ഈ സ്ഥലമെന്നും പറയപ്പെടുന്നു. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ചന്ദ്രനിലെ ഏറ്റവും വലിയ കുഴിയിൽ നിന്നാണ് ഗുഹയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. പ്രശാന്ത സമുദ്രം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ കുഴിയുള്ളത്. ലാവ ട്യൂബ് തകർന്ന് ഈ പ്രദേശത്തുണ്ടായ 200-ലധികം കുഴികളിൽ ഒന്നാണിത്. നീൽ ആംസ്ട്രോങ്ങും സംഘവും ഇറങ്ങിയ പ്രശാന്തിയുടെ കടൽ എന്ന മേഖലയ്ക്ക് സമീപമുള്ള ഈ ഗുഹ വാസ്തവത്തിൽ ഒരു ഭൂഗർഭ അറ തന്നെയാണത്രേ. 45 മീറ്റർ വീതിയും 80 മീറ്റർ നീളവുമുള്ള ഈ ഭൂഗർഭ അറയ്ക്ക് ഏകദേശം 14 ടെന്നീസ് കോർട്ടുകളുടെ വിസ്തീർണമുണ്ട്. ചന്ദ്രോപരിതലത്തിൽ നിന്നും ഏകദേശം 150 മീറ്റർ താഴെയാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. പകൽ സമയം 127 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുകയും രാത്രി സമയങ്ങളിൽ -173 ഡിഗ്രി വരെ താപനില താഴുകയും ചെയ്യുന്ന ചന്ദ്രോപരിതലത്തിലുള്ള ഈ ഗുഹയിലെ താപനിലയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ചന്ദ്രനിലെ ഈ ഗുഹയിൽ പകലും രാത്രിയും താപനില 17 ഡിഗ്രി സെൽഷ്യസായി തന്നെ നിൽക്കും. രാത്രിയിലും പകലിലുമൊന്നും ഈ താപനിലയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. അതെ, നമ്മുടെ ഭൂമിയിലെ ഒരു AC മുറിയിൽ ഇരിക്കുന്നത് പോലെ ഇവിടെ കഴിയാം. ആവശ്യത്തിന് ഓക്സിജനും വെള്ളവും ഭക്ഷണവുമൊക്കെ കരുതണം എന്നു മാത്രം. ചന്ദ്രനിലെ ഈ ഗുഹയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല കേട്ടോ. കോസ്മിക് വികിരണങ്ങൾ, സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ വികിരണങ്ങൾ, ചെറു ഉൽക്കകളുടെ ആക്രമണം എന്നിവ തടയാൻ പര്യാപ്തമാണ് ഈ ഗുഹ. അതായത് ചന്ദ്രനിലെത്തുന്ന ഗവേഷകർക്ക് വളരെ സുരക്ഷിതമായി എത്രനാൾ വേണമെങ്കിലും ഈ ഗുഹകളിൽ കഴിയാം. നാസയുടെ ലൂണാർ റിക്കണൈസൻസ് ഓർബിറ്റർ പേടകത്തിൽ നിന്നുള്ള വിവരങ്ങളും കമ്പ്യൂട്ടർ മോഡലിംഗും ഉപയോഗിച്ചാണ് ചാന്ദ്ര ഗവേഷണത്തിനുള്ള സുരക്ഷിത താവളങ്ങളായി ഈ ഗുഹ പ്രവർത്തിക്കുമെന്ന നിഗമനത്തിൽ ശാസ്ത്രജ്ഞർ എത്തിയത്. ചന്ദ്രോപരിതലത്തിലെ ഗർത്തങ്ങളെപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾക്ക് ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ട്. ഭൂമിയിൽ നിന്നും നാം കാണുന്ന പാടുകൾ ചന്ദ്രോപരിതലത്തിലെ ഗർത്തങ്ങളാണെന്നാണ് നിഗമനം. എന്നാൽ അടുത്തിടെയാണ് ഇവയുടെ ഉപയോഗ സാധ്യതകൾ ചർച്ചയായത്. ചന്ദ്രനിൽ സ്ഥിരമായ ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ നാസ ലക്ഷ്യമിടുന്നുണ്ട്. ചൈനയും റഷ്യയും ചാന്ദ്ര ഗവേഷണ ഔട്ട്പോസ്റ്റുകൾ തുടങ്ങാനുള്ള താൽപ്പര്യം ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കോസ്മിക് വികിരണങ്ങൾ ഏൽക്കാത്ത പരിതസ്ഥിതിയിൽ മാത്രമേ സ്ഥിരമായ ബേസ് ക്യാമ്പ് ചന്ദ്രനിൽ സ്ഥാപിക്കാൻ കഴിയൂ. ഇപ്പോൾ കണ്ടെത്തിയ ഗുഹ പോലുള്ള സ്ഥലങ്ങൾ ബഹിരാകാശ യാത്രികരെ അപകടകരമായ കോസ്മിക് കിരണങ്ങൾ, സൗരവികിരണം തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷിക്കും. അതിനാൽ ഇത്തരം ഗുഹകൾ ബഹിരാകാശ യാത്രികരെ സംബന്ധിച്ച് ഒരു അടിയന്തര ചാന്ദ്ര അഭയ കേന്ദ്രമായി രൂപപ്പെട്ടേക്കാം എന്നാണ് ഗവേഷകർ പറയുന്നത്.